പരിശുദ്ധ റമളാനിലെ 22ാമത്തെ ദിവസത്തിലാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധ കലാമിൻ്റെ പേരിൽ പ്രതീക്ഷയോടെ നാം ഇന്നിങ്ങനെ സംഗമിച്ചിട്ടുള്ളത്. റമളാന്റെ വലിയ ഒരു ഭാഗം നമ്മളോട് യാത്ര പറഞ്ഞു. സാധാരണഗതിയിൽ ആളുകൾ പെരുന്നാളുമായി ബന്ധപ്പെട്ട തിരക്കിൽ മുഴുകുന്ന ദിവസങ്ങളാണ് ഇനി ബാക്കിയുള്ളത്. റമളാൻ 1-ന്റെ മഹത്വത്തിന്റെ ഇരട്ടിയാണ് രണ്ടാമത്തെ ദിവസത്തിന്റെ മഹത്വം. റമളാൻ 2-ന്റെ മഹത്വം എത്രയാണോ അതിന്റെ ഇരട്ടിയാണ് റമളാൻ 3-ന്റെ മഹത്വം. റമളാൻ 3-ന് എത്ര മഹത്വമുണ്ടോ അതിന്റെ ഇരട്ടിയാണ് റമളാൻ 4-ന്. 4-ന് എത്ര മഹത്വമുണ്ടോ അതിന്റെ ഇരട്ടിയാണ് 5-ന്. ഇങ്ങനെ പുണ്യ റമളാൻ ഓരോ ദിവസവും കഴിയുന്നതിനനുസരിച്ച് അതിന്റെ മഹത്വവും പ്രതിഫലവും ഇരട്ടിച്ചു വരുമെന്നും ഓരോ ദിവസത്തിലും ഇത്തക്ക് ചെല്ലുന്നതിന്റെ ഇരട്ടി ആളുകളെ അതിന്റെ പിറ്റേ ദിവസത്തിൽ നരകത്തിൽ നിന്ന് ഇത്തക്ക് ചെല്ലുമെന്നൊക്കെയും മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇനിയുള്ള രാവുകളൊക്കെയും ലൈലത്തുൽ ഖദറാവാൻ ഏറെ സാധ്യതയുള്ള രാവുകളാണ്. ലൈലത്തുൽ ഖദറാവാൻ സാധ്യതയുള്ള രാവുകളെ പരമാവധി ഉപയോഗപ്പെടുത്താൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമുക്ക് ശ്രമിക്കാം. എന്താണ് അതിൻ്റെ ഒരു മഹത്വം? എത്രയാണ് അതിൻ്റെ ഫള്? നിങ്ങൾ ആലോചിക്കണം. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്ത് തന്നെ അള്ളാഹു മാറ്റിവെച്ചത് ലൈലത്തുൽ ഖദർ എന്ന ഒരു രാവിനെ കുറിച്ച് പറയാനാണ്. 6000-ൽ ചില്ലാനം ആയത്തിലൂടെ ലോകത്തുള്ള ദുനിയാവിലും ആഖിറത്തിലുമുള്ള എല്ലാ സംഗതികളും പ്രതിപാദിക്കേണ്ട വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത് തന്നെ മൊത്തമായും ചർച്ച ലൈലത്തുൽ ഖദറാണ്. ആ സൂറത്തിൽ അതല്ലാത്ത വിഷയങ്ങളൊന്നുമില്ല. അപ്പോൾ ആ ഒരു രാവിന്റെ മഹത്വം എത്രയായിരിക്കും? ഏതാണ് സൂറത്ത്? സൂറത്തുൽ ഖദർ. ഓതാൻ നമുക്കൊരു തവണ ഒന്നിച്ചൊന്ന് പാരായണം ചെയ്യാം. ആ സൂറത്തിന്റെ ബറക്കത്ത് കൊണ്ട് ലൈലത്തുൽ ഖദർ കൊണ്ട് വിജയിക്കുന്നവരിൽ അള്ളാഹു നമ്മളെ പെടുത്തി തരട്ടെ. മനസ്സറിഞ്ഞാമീൻ പറഞ്ഞേക്ക്. ഈ സൂറത്തിന്റെ ബറക്കത്ത് കൊണ്ട് ലൈലത്തുൽ ഖദർ കൊണ്ട് വിജയിച്ച് സന്തോഷിക്കുന്നവരിൽ അള്ളാഹു നമ്മയും കുടുംബത്തെയും വേണ്ടപ്പെട്ടവരെയും ദുആ കൊണ്ട് ഏൽപ്പിച്ചവരെയും ഉൾപ്പെടുത്തട്ടെ. ഉമ്മിനെ ഓതാൻ പറ്റുന്നവരൊക്കെ ഒന്നിച്ച് ഉഷാറായിട്ട് ആ സൂറത്തൊന്നൊരു തവണ ഓതുക. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر تنزل الملائكة والروح سلام هي حتى مطلع الفجر. അല്ലാഹു സ്വീകരിക്കട്ടെ. മൻ ഖറഅ സൂറത്തുൽ ഖദർ, ഈ സൂറത്തുൽ ഖദർ ഒരാൾ ഓതി കഴിഞ്ഞാൽ അഅ്താ മിനൽ അജ്രി കമൻ സാമ റമളാൻ, പരിശുദ്ധ റമളാനിൽ നോമ്പനുഷ്ഠിച്ചതിന്റെ പ്രതിഫലമാണ് ഈ സൂറത്തുൽ ഖദർ ഒരാൾ ഓതിക്കഴിഞ്ഞാൽ അയാൾക്ക് ലഭിക്കുന്നത്. വഹിയാ ലൈലത്തുൽ ഖദരി, ലൈലത്തുൽ ഖദറിനെ ഹയാത്താക്കിയ പ്രതിഫലവും ലഭിക്കുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്തേ ഈ സൂറത്ത് ഇറങ്ങാനുള്ള കാരണം?
സഹോദര, എന്താണ് ഈ പറയുന്നതെന്ന് ശ്രദ്ധിക്കണം. സഹോദരി, ഇന്ന് നമ്മിലേക്ക് സമാഗതമാകുന്ന രാവ് പോലും ലൈലത്തുൽ ഖദർ ആവാനേറെ സാധ്യതയുള്ള രാവാണ്. അപ്പോൾ ഈ പറയുന്നത് ഗൗരവമായി ഉൾക്കൊള്ളണം. ഒരൊറ്റ രാവ് മാത്രമേ സാധ്യതയുള്ള രാവ് നമുക്ക് കഴിഞ്ഞിട്ടുള്ളൂ. അത് 21-ന്റെ രാവാണ്. ഇനി 23-ഉം 25-ഉം 27-ഉം 29-ഉം നമ്മളെ കാത്തിരിക്കുകയാണ്. അല്ലാഹുവേ, ഉപയോഗപ്പെടുത്താനുള്ള സന്മനസ് നൽകണമേ അല്ലാ. ലൈലത്തുൽ ഖദർ കൊണ്ട് ഞങ്ങളെ വിജയിപ്പിക്കണേ അല്ലാ. ഈ സൂറത്ത് ഇറങ്ങാൻ ചില കാരണങ്ങളുണ്ട്. ചില വിഷമങ്ങൾ മഹാന്മാരായ സഹാബിമാര് നേരിട്ടപ്പോൾ അവരെ ആശ്വസിപ്പിച്ചുകൊണ്ടാണ് സൂറത്തിറങ്ങിയത്. എന്താ സംഭവം? ശ്രദ്ധിക്ക്, ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറയുന്നത് നല്ല പോലെ ശ്രദ്ധിക്കണം. മഹാനായ അലി ഇബ്നു ഉർവ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ദക്കറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യൗമൻ അർബഅതൻ മിൻ ബനി ഇസ്രായീൽ. ശ്രദ്ധിക്കണേ സഹോദര, ഒരിക്കൽ ദക്കറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ ഞങ്ങളോട് പറഞ്ഞു, യൗമൻ, ഒരു ദിവസത്തിൽ, അർബഅതൻ മിൻ ബനി ഇസ്രായീൽ, ബനു ഇസ്രായീലിൽ കഴിഞ്ഞുപോയ 4 ആളുകളെ കുറിച്ച്. ബനു ഇസ്രായീലിൽ കഴിഞ്ഞുപോയ 4 ആളുകളെ കുറിച്ച് ഒരിക്കൽ മുത്തുനബി ഞങ്ങളോട് പറഞ്ഞു. എന്താണ് അവരുടെ പ്രത്യേകത? എന്താണ് അവരെ കുറിച്ച് പറഞ്ഞതെന്നല്ലേ? അബിദുല്ലാഹ സമാനീന അമ്മാ ലം യഅസൂഹു തുർഫത ഐൻ. 80 കൊല്ലത്തോളം ഇലാഹായ റബ്ബിന്റെ ഇബാദത്തുമായി അവർ കഴിഞ്ഞുകൂടി. ആ 80 കൊല്ലത്തിനിടയിൽ ലം യഅസൂഹു തുർഫത ഐൻ, ഒരു കണ്ണ് പൂട്ടി തുറക്കുന്ന നേരം പോലും, ഒരു സെക്കൻഡ് സമയം പോലും ഇലാഹായ റബ്ബിന് എതിരായതൊന്നും അവർ ചെയ്തില്ല, പറഞ്ഞില്ല, ചിന്തിച്ചില്ല. 80 കൊല്ലം, 80 കൊല്ലം നിരന്തരമായി ഇലാഹായ റബ്ബിൽ സമർപ്പണം നടത്തി ആരാധനയുമായി കഴിഞ്ഞുകൂടി. ലം യഅസൂഹു തുർഫത ഐൻ, ഒരു സെക്കൻഡ് പോലും ആ 80 കൊല്ലത്തിനിടയിൽ അല്ലാഹുവിന് എതിരാകുന്ന വാക്കോ പ്രവൃത്തിയോ അവരിൽ നിന്ന് ഉണ്ടായില്ല. അങ്ങനെ ഫദക്കറ അയ്യൂബ വസക്കരിയ വഹിൽഖീൽ ഇബ്നുൽ അജൂദ് വയൂശഅ ഇബ്നു നൂൻ. ആരെക്കുറിച്ചൊക്കെയാ പറഞ്ഞത്? ഫദക്കറ അയ്യൂബ, ഒന്ന് മഹാനായ നബിയുല്ലാഹി അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം, അല്ലാഹുവിന്റെ പ്രവാചകനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞു. ചരിത്രത്തിൽ വലിയ പരീക്ഷണങ്ങൾ നേരിട്ട പ്രവാചകനാണ് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ചൊറി ബാധിച്ച് ശരീരത്തിൽ അതിൻ്റെ കാഠിന്യം കൂടിക്കൂടി രക്തമൊക്കെ വറ്റി വരണ്ട് മാംസമൊക്കെ അടർന്നു പോയി വല്ലാതെ വിഷമിച്ച് 18 കൊല്ലം പരീക്ഷണത്തിന്റെ തീച്ചൂളയിൽ കഴിഞ്ഞ പ്രവാചകനാണ് നബിയുല്ലാഹി അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം. ഒരിക്കൽ പോലും എന്തിനാണ് റബ്ബേ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഞാൻ നിന്റെ ഒരു പ്രവാചകനല്ലേ, നിനക്കെതിരായിട്ട് ഞാൻ ഇന്ന് വരെ ഒന്നും ചെയ്തില്ലല്ലോ, എന്നിട്ടും എന്തിനീ പരീക്ഷണം? അങ്ങനെ ഒരു വാക്ക് അയ്യൂബ് നബി പറഞ്ഞിട്ടില്ല. ഈ ശരീരം അള്ളാന്റെ ശരീരമാണ്, ഇത് അള്ളാഹുവിൻ്റെതാണ്. ഇതിൽ എന്ത് ചെയ്യാനും അള്ളാഹുവിന് അധികാരമുണ്ട്. അള്ളാഹു എന്ത് ചെയ്താലും എനിക്കതിൽ തൃപ്തിയേ ഉള്ളൂ. എൻ്റെ ശരീരത്തിൽ എൻ്റെ ഇഷ്ടത്തെക്കാൾ എൻ്റെ റബ്ബിൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത്. അങ്ങനെ പറഞ്ഞ് അതിൽ ക്ഷമിച്ച് സഹിച്ച് മുന്നോട്ട് പോയി നബിയുല്ലാഹി അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം. പിന്നീട് ആ രോഗമൊക്കെ അള്ളാഹു ഷിഫയാക്കി കൊടുത്തു. അതൊക്കെ വലിയൊരു ചരിത്രമാണ്. ഞാൻ ആ ചരിത്രത്തിലേക്ക് കിടക്കില്ല. നമ്മളെ കൂട്ടത്തിലുണ്ടാകും ചിലപ്പോൾ ചൊറിയൊക്കെ ബാധിച്ച് വിഷമിക്കുന്ന ആളുകൾ.
കൈകാലുകൾക്കൊക്കെ ചൊറി ബാധിച്ച് കൊല്ലങ്ങളോളം അതുകൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടാകും. അള്ളാഹുവേ, ഈ മജ്ലിസിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിൽ, പടച്ചോനെ റബ്ബേ, ഈ പരിപാടിയിൽ ഓൺലൈനായി പങ്കെടുത്തവരിൽ എല്ലാവരിലും ചൊറി കൊണ്ട് വിഷമിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ നീ ശിഫാ നൽകണമേ റബ്ബേ. അയ്യൂബ് നബിയുടെ ബറക്കത്ത് കൊണ്ട് ശിഫാ നൽകണമേ റബ്ബേ. എല്ലാ പ്രയാസങ്ങളും പരിപൂർണമായും പരിഹരിക്കണമേ റബ്ബേ. നിരന്തരം ഇബാദത്തുമായി കഴിഞ്ഞുകൂടി അയ്യൂബ് നബി, അതിൻ്റെ ഇടയ്ക്ക് ഈ രോഗവും. പക്ഷെ രോഗം കൊണ്ട് ഇബാദത്ത് മുടക്കിയിട്ടൊന്നുമില്ല. കൃത്യമായി 80 കൊല്ലത്തോളം അള്ളാഹുവിന് വേണ്ടി സമർപ്പണം നടത്തി. പിന്നെയോ സക്കരിയ, മഹാനായ നബിയുല്ലാഹി സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം ഹബീബായ നബി തങ്ങൾ സക്കരിയ നബിയെ കുറിച്ചും പറഞ്ഞു കൊടുത്തു. പിന്നെയോ ഹിസ്കീല ഇബ്നുൽ അജൂസ്, ഹിസ്കീൽ നബിയെ കുറിച്ചും പറഞ്ഞു. അള്ളാന്റെ ഖുർആനിൽ പേര് പറയാത്തൊരു പ്രവാചകനാണ് ഹിസ്കീൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം. നബിമാർ 1,24,000 വന്നിട്ടുണ്ടല്ലോ. അതിലാകെ 25 ആളുകളുടെ പേരല്ലേ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളൂ. മറ്റുള്ളവരുടെ പേരൊന്നും ഖുർആനിൽ പറഞ്ഞിട്ടില്ലല്ലോ. ബഹുമാനപ്പെട്ട ഹിസ്കീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഖുർആനിൽ പേര് പറയാത്തൊരു പ്രവാചകനാണ്. അദ്ദേഹത്തെ കുറിച്ചും പറഞ്ഞു കൊടുത്തു. പിന്നെയോ നൂൻ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകൻ യൂഷ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകനാണ്. ഖുർആനിൽ പേര് പറയാത്ത പ്രവാചകനാണ്. ഇവരൊക്കെ അബ്ദുല്ലാഹ സമാനീന അമ്മാ 80 കൊല്ലം ഇബാദത്തുമായി കഴിഞ്ഞുകൂടി. സഹോദര സഹോദരി, ഇബാദത്തുമായി കഴിഞ്ഞുകൂടി എന്ന് മാത്രമല്ല, ലം യഅസുല്ലാഹ തറഫത ഐൻ, ഒരു സെക്കൻഡ് അല്ലാഹ്ക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം പറയാ, ചെയ്യാ, ചിന്തിക്കുക, അങ്ങനെ ഉണ്ടായില്ല. ഇതങ്ങനെ പറഞ്ഞപ്പോ നിങ്ങൾക്ക് കേൾക്കണോ? ഫഅജിബ അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിൻ ദാലിക, ഇത് കേട്ടിട്ട് മുത്ത് റസൂലിന്റെ സഹാബികളാകെ അത്ഭുതപ്പെട്ടു പോയി. അവരിങ്ങനെ ചിന്തിച്ചു, അല്ലാഹുവേ, നമ്മുടെ വയസ്സൊക്കെ എത്ര കഴിഞ്ഞു പോയി, ഇനി അങ്ങനെ ഒരു ഇബാദത്തുമായി കഴിഞ്ഞുകൂടാൻ നമുക്ക് സാധിക്കുമോ നബിയേ? അവരൊക്കെ എത്ര വലിയ ദറജയിലാണ് നബിയേ, അവരോടടുക്കാൻ പോലും നമുക്ക് കഴിയില്ലല്ലോ നബിയേ. ഇതിങ്ങനെ പറഞ്ഞ് ഒരു തരം വിഷമത്തിലിരിക്കുകയാണ് സഹാബികൾ. അപ്പോഴാണ് വാതാഹു ജിബ്രീൽ അലൈഹിസ്സലാം, റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് വന്നു ജിബ്രീലു അലൈഹിസ്സലാം, മഹാനായ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. എന്നിട്ട് ഫഖാല, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, യാ മുഹമ്മദ്, മുഹമ്മദ് നബിയേ, അജിബത് ഉമ്മതുക മിൻ ഇബാദത്തി ഹൗലാഇ നഫരി 80 സന. നിങ്ങളുടെ സഹാബികൾ വലിയ അത്ഭുതത്തിലാണ്. എന്താണ് അവരെ അത്ഭുതപ്പെടുത്തിയ കാര്യം? നിങ്ങളെ പറഞ്ഞ ആളുകൾ 80 കൊല്ലം നിരന്തരമായ ഒരു സെക്കൻഡ് പോലും അല്ലാഹ്ക്ക് എതിര് ചെയ്യാതെ ആരാധനയിൽ കഴിഞ്ഞുകൂടി. ഇതല്ലേ സഹാബികളെ അത്ഭുതപ്പെടുത്തിയത്. എന്നാൽ ഞങ്ങൾക്ക് അവരോടടുക്കാൻ കഴിയില്ലല്ലോ, അവരെ പോലെ ഇബാദത്ത് ചെയ്യാൻ ഇനി ആയുസ് ഞങ്ങൾക്കില്ലല്ലോ. ഇത് പറഞ്ഞ സഹാബികൾ സങ്കടപ്പെടുകയാ. സങ്കടപ്പെടണ്ട, ഫഖദ് അൻസലല്ലാഹു ഖൈറൻ മിൻ ദാലിക, ഇതിനേക്കാളൊക്കെ എത്രയോ ഖൈറായതാണ് നബിയെ നിങ്ങൾക്കും സമുദായത്തിനും അല്ലാഹു ഇറക്കി തന്നത്. നിങ്ങൾക്കും നിങ്ങളുടെ സമുദായത്തിനും ചെറിയ ഇബാദത്തുകൾ കൊണ്ട് തന്നെ അവരുടെ ദീർഘകാല ഇബാദത്തിനെ മറികടക്കാവുന്ന വിധത്തിലുള്ള സമയത്തിലുള്ള ബറക്കത്തും പ്രത്യേകതയും പോരിശയും ഐശ്വര്യവും അല്ലാഹു നൽകിയിട്ടുണ്ട് എന്ന് മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം.
എന്നിട്ട് ഫഖറ അലൈഹി ഹബീബായ നബി തങ്ങൾ ഓതിക്കൊടുത്തതാണ് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വറൂഹ്. ഈ സൂറത്ത് ഓതി കൊടുത്തു. എന്താണ് നിങ്ങൾ വിചാരിച്ചത്? ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്റിലാണ് ആ ഖുർആൻ നാം ഇറക്കിയത്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ, എന്താ ലൈലത്തുൽ ഖദ്റിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയോ? അതിനെക്കുറിച്ചുള്ള വിവരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസത്തേക്കാൾ എന്ന് പറഞ്ഞാൽ 83 കൊല്ലത്തേക്കാൾ. 80 കൊല്ലല്ലേ ഇവര് ഇബാദത്ത് ചെയ്തത്? അയ്യൂബ് നബിയും സക്കരിയ നബിയും ഹിസ്കീൽ നബിയും യൂശഅ ഇബ്നു നൂനും അലൈഹിമുസ്സലാത്തു വസ്സലാം അവരൊക്കെ 80 കൊല്ലമല്ലേ ഇബാദത്ത് ചെയ്തത്? എന്നാൽ 1000 മാസത്തേക്കാൾ 83 കൊല്ലത്തേക്കാൾ മഹത്വമുള്ള ഒരൊറ്റ രാവ് ഓരോ കൊല്ലത്തിലും നിങ്ങൾക്ക് ലഭിക്കാനുണ്ട്. അത് കൊല്ലം കൊല്ലം ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങളെ ദർജയിലെത്താൻ കഴിഞ്ഞു പോയ സമുദായത്തിൽ ഒരാൾക്കും എത്ര ഇബാദത്ത് ചെയ്താലും മനസ്സിലാവണില്ലേ പറയുന്നത്? എത്ര ഇബാദത്ത് ചെയ്താലും നമ്മളെ മറികടക്കാൻ കഴിഞ്ഞു പോയ സമുദായത്തിന് കഴിയൂല. മുഅ്മിനെ ശ്രദ്ധിക്കണം. ഉടനെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആയത്ത് ഓതി കൊടുത്തിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ഹാദാ അഫ്ളലു മിമ്മാ അജ്ബത അൻത വ ഉമ്മതുക. നബിയെ, നിങ്ങളും നിങ്ങളുടെ സമുദായവും അത്ഭുതപ്പെട്ടതിനേക്കാൾ ഖൈർ ഇതാണ്. ഫസുറ ബിദാലിക റസൂലുള്ളാഹ് വന്നാസു മഅഹു. ഇത് കേട്ടിട്ട് മുത്തുനബിക്ക് വലിയ സന്തോഷമായി. ഹബീബിന്റെ കൂടെയുള്ള സഹാബികളും സന്തോഷിച്ചു. അവരാ റമളാന് വേണ്ടി കാത്തിരിക്കും. റമളാനിലല്ലേ ലൈലത്തുൽ ഖദ്ർ. ആ ഒരു രാവിനെ ഉപയോഗപ്പെടുത്തൽ കൊണ്ട് 83 കൊല്ലത്തെ ഇബാദത്തിന്റെ ദർജയിലാണ് എത്താൻ സാധിക്കുന്നത്. അൽഹംദുലില്ലാഹ്. ഇത് മുത്തുനബിക്കും സമുദായത്തിനും അല്ലാഹു തന്ന ഏറ്റവും വലിയ ഔദാര്യമാണ്. ഇത് ചിന്തിക്കണം, ഇതാലോചിക്കണം. കഴിഞ്ഞു പോയ സമുദായത്തിൽപ്പെട്ടവർ 1000 കൊല്ലം ജീവിച്ചവരുണ്ടായിരുന്നു, 900 കൊല്ലം ജീവിച്ചവരുണ്ടായിരുന്നു, 800 കൊല്ലം ജീവിച്ചവരുണ്ടായിരുന്നു, 700 കൊല്ലം ജീവിച്ചവരുണ്ടായിരുന്നു, 600 കൊല്ലം ജീവിച്ചവരുണ്ടായിരുന്നു. അങ്ങനെ 100-ലേറെ കൊല്ലങ്ങൾ, എത്രയോ കാലം കഴിഞ്ഞുകൂടിയ ഒരുപാട് സമുദായങ്ങൾ നബിയുടെ ഉമ്മത്തുമാർ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ ഒരുപാട് കാലം ആരാധനയുമായി കഴിഞ്ഞുകൂടിയവരാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം അഅ്മാറു ഉമ്മത്തി മാ ബൈന സിത്തീന വസബഈൻ, എന്റെ ഉമ്മത്തിന് പൊതുവെ അള്ളാഹു കണക്കാക്കിയിട്ടുള്ളത് 60-70 കൊല്ലം, അത്രേ ഉള്ളൂ. ഏറിപ്പോയാൽ അവിടുന്ന് കുറച്ചായിട്ട് നീളും, അതിലപ്പുറമൊന്നുമില്ല. ഇതാണ് പൊതുവെ എന്റെ ഉമ്മത്തിന്റെ അവസ്ഥ. അപ്പൊ അതിൽ ഉമ്മത്ത് നിരാശരാവണ്ട. ഖൈറു ഉമ്മയാണ് നമ്മളെങ്കിൽ ഖൈറു ഉമ്മയായ നമുക്കല്ലാഹു കനിഞ്ഞേകിയ ഇത്തരത്തിലുള്ള ദിനരാത്രങ്ങളെ ഉപയോഗപ്പെടുത്തിയാൽ കഴിഞ്ഞുപോയ സമുദായത്തിലെ മുഴുവൻ ആളുകളെയും ഇബാദത്ത് കൊണ്ട് മറികടക്കാൻ നമുക്ക് സാധിക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ലൈലത്തുൽ ഖദ്റിനെ ഉപയോഗപ്പെടുത്തി വൻ വിജയം കരസ്ഥമാക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അപ്പൊ ഈ സൂറത്ത് ഇറങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ മുഫസ്സിരിങ്ങൾ പറയുന്നിടത്ത് ദുറുൽ മൻസൂറിൽ രേഖപ്പെടുത്തിയ അതിപ്രധാനപ്പെട്ട ഒരു അഭിപ്രായമാണ് ഇവിടെ രേഖപ്പെടുത്തിയത്. ഇതാണ് ആയത്തർ സൂറത്തിറങ്ങാനുള്ള ഒരു കാരണം. മറ്റൊരഭിപ്രായം ഇമാം റാസി റളിയല്ലാഹു അൻഹും മറ്റു മുഫസ്സിരീങ്ങളും രേഖപ്പെടുത്തുന്നുണ്ട്. ചരിത്രം പലപ്പോഴും നമ്മൾ കേട്ടതാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറയുകയാണ്, ഒരിക്കൽ ദക്കറ ജിബ്രീലു ഇൻദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദൻ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് വന്നു. ഒരടിമയെ കുറിച്ച് പറയാൻ തുടങ്ങി. ചരിത്രത്തിൽ കഴിഞ്ഞു പോയ ഒരടിമ, യുഖാലു ലഹു ശംഊനുൽ ഗാസി, അത് മഹാനായ ശംഊനുൽ ഗാസി റളിയല്ലാഹു അൻഹു.
ഇലാഹായ റബ്ബിന്റെ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി വർഷങ്ങളോളം പടപൊരുതിയ മഹാനാണ്. വഹുവ ഗസൽ കുഫാറ അൽഫ ശഹ്രിൻ, 1000 മാസത്തോളം ഇലാഹായ റബ്ബിന് വേണ്ടി യുദ്ധം ചെയ്തു. വകാന സിലാഹുഹു ലഹിയു ജമലിന്, കാര്യമായുണ്ടായിരുന്ന ആയുധം ഒരൊട്ടകത്തിന്റെ താടിയല്ല് മാത്രമാണ്. ഒരൊട്ടകത്തിന്റെ ഒരു താടിയല്ല്, ആ താടിയല്ല് കൊണ്ടാണ് ഇദ്ദേഹം യുദ്ധം ചെയ്തിരുന്നത്. വലൈസ ലഹു ഗൈറഹാ മിൻ ആലത്തി ലഹ്വിൻ, അതല്ലാത്ത ആയുധങ്ങളൊന്നുമേ ഉണ്ടായിരുന്നില്ല. വകുല്ലു മാ ലറബൽ കുഫാറ ബിഹാദൽ ലഹ്യി ഖതല മാ ലാ യഹ്സാ അദദുഹും, ഈ ഒരു താടിയല്ല് കൊണ്ടാണ്ട് യുദ്ധം ചെയ്യാൻ പോയാൽ ഒരു പ്രത്യേകമായ സിദ്ധിയും കഴിവും പ്രാപ്തിയും അദ്ദേഹത്തിന് ലഭിക്കും. ആയിരക്കണക്കിന് ശത്രുക്കളെ വകവരുത്താൻ അത് കാരണമാകുമായിരുന്നു. ആയിരക്കണക്കിന് ശത്രുക്കളെ അദ്ദേഹം വകവരുത്തി. ഒരു പ്രത്യേകമായ താടിയല്ലാണിതെന്ന് മഹാനായ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നുണ്ട്. ഒരു കറാമത്തിന്റെ താടിയല്ലായിരുന്നു. അദ്ദേഹത്തിന് ദാഹിച്ചു കഴിഞ്ഞാൽ യഖ്റുജു മിൻ മൗദിഇൽ അസ്നാൻ, ആ ഒട്ടകത്തിന്റെ താടിയല്ലിന്റെ പല്ലിന്റെ ഭാഗത്ത് നിന്ന് നല്ല ശുദ്ധജലം പുറത്തേക്ക് വരുമായിരുന്നു. അദ്ദേഹത്തിന് വിശന്നു കഴിഞ്ഞാൽ പൊരിച്ച മാംസം അതിലൂടെ പുറത്തേക്ക് വരുമായിരുന്നു, അത് അദ്ദേഹം ഭക്ഷിക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ വളരെ പ്രമുഖനായ ഒരുപാട് കറാമത്തുകളുള്ള, കറാമത്തിന്റെ താടിയൽ അള്ളാഹു കൊടുത്ത ശംഊനുൽ ഖാദി റളിയല്ലാഹു അൻഹു, അദ്ദേഹം 1000 മാസത്തോളം ശത്രുക്കളോട് ശക്തമായി പോരാടി യുദ്ധം ചെയ്തു. ഫകാന അലാ ഹാദാ കുല്ല യൗമിൻ ഹത്താ മളാ മിൻ ഉംരിഹി അൽഫ ശഹ്രിൻ, 1000 മാസത്തോളം ആ നിലയിൽ അദ്ദേഹം കഴിഞ്ഞുകൂടി. ഫഅജദൽ കുഫാറു അൻ റദ്ദിഹി, അദ്ദേഹത്തെ പ്രതിരോധിച്ച് നിർത്താൻ കഴിയാതെ ശത്രുക്കൾ വിഷണ്ണരായി, വിഷമിച്ചുപോയി, അശക്തരായി. ഫഖാലു ലിംറഅതിഹി, ശത്രുക്കൾ അദ്ദേഹത്തിന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ടു. കാഫിറ, ഭാര്യ കാഫിറായിരുന്നു. അതെങ്ങനെ ഭാര്യ കാഫിറായിട്ടുണ്ടാവുമോ? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ കാഫിറാന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ലേ? ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ കാഫിറാന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ലേ? ലറബല്ലാഹു മസലൻ ലില്ലദീന കഫറു, അവിശ്വാസികൾക്ക് ഉദാഹരണമായി അല്ലാഹു പറഞ്ഞത് ഇംറഅത നൂഹിം വംറഅത ലൂത്ത്, നൂഹ് നബിയുടെ ഭാര്യയും ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യയുമാണ്. 950 കൊല്ലം നൂഹ് നബിയുടെ കൂടെ കിടന്ന ഭാര്യക്ക് ഹിദായത്ത് ഉണ്ടാക്കി കൊടുക്കാൻ നൂഹ് നബിക്ക് കഴിഞ്ഞില്ല. ഹിദായത്ത് അല്ലാഹു കൊടുത്തിട്ട് വേണം. അപ്പൊ അവരുടെ ശറയിൽ, ശരീഅത്തിൽ അത് അനുവദനീയായിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് മുസ്ലിമും ഭാര്യ കാഫിറും അത് പറ്റൂല, അത് അനുവദനീയല്ല. ഇന്നും ഒരു ഉമ്മ വന്നിട്ട് നിറഞ്ഞ കണ്ണുകളോട് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചൊരു കാര്യം, മകനൊരു പെണ്ണുമായിട്ട് പ്രണയത്തിലാണ്, നമ്മുടെ സമുദായത്തിൽപ്പെട്ട പെണ്ണല്ല, എല്ലാത്തിനും ഉഷാറാണ്, ഈ ഒരു വിഷയത്തിൽ എന്ത് പറഞ്ഞാലും കേൾക്കൂല, അവളെ ഞാൻ കെട്ടുള്ളൂ എന്ന് പറഞ്ഞ് വാശി പിടിക്കാന്ന് പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു ആ മകന് നല്ല ബുദ്ധി കൊടുക്കട്ടെ, അള്ളാഹു നല്ല ബുദ്ധി കൊടുക്കട്ടെ. അള്ളാഹു അങ്ങനെയുള്ള അബദ്ധങ്ങളിൽ നിന്നും അനാവശ്യ പ്രേമബന്ധങ്ങളിൽ നിന്നും നമ്മയും കുടുംബത്തെയും കാത്തിരക്ഷിക്കട്ടെ. ഈ സങ്കടങ്ങൾ ഈ നിലയിൽ പറയുന്ന പല സഹോദരി സഹോദരന്മാരുമുണ്ട്. മക്കൾ ഓരോ തരത്തിലുള്ള ബന്ധത്തിൽ ചെന്ന് ചാടി പ്രേമം മൂത്ത് ഉമ്മ നഷ്ടപ്പെട്ടാലും ബാപ്പ നഷ്ടപ്പെട്ടാലും കുടുംബം നഷ്ടപ്പെട്ടാലും സമുദായം നഷ്ടപ്പെട്ടാലും പ്രശ്നമല്ല, എനിക്കവള് മതി, എനിക്കവൻ മതി എന്ന് പറഞ്ഞ് അങ്ങനെ അവർ സ്വയം തെരഞ്ഞെടുത്തവരുടെ കൂടെ ജീവിക്കാൻ വേണ്ടി എല്ലാം നഷ്ടപ്പെടുത്തുന്ന ബുദ്ധിശൂന്യരായ ഒരു വിഭാഗം ആളുകൾ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ അത്തരത്തിലുള്ള അബദ്ധങ്ങളെ തൊട്ട് കാക്കട്ടെ. ദുനിയാവിലും ആഖിറത്തിലും മക്കളെ കൊണ്ട് സന്തോഷിക്കാനുള്ള തൗഫീഖ്, മഹാഭാഗ്യം നമുക്കും കുടുംബത്തിനും പടച്ച റബ്ബ് ഏകട്ടെ. എന്നാൽ ശംഊനുൽ ഖാദി റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ കാഫിറായിരുന്നു. അവരുടെ ശരീഅത്തിൽ അത് അനുവദനീയമായിരുന്നു. ഈ ഭാര്യയുടെ അടുത്തേക്ക് ശത്രുക്കൾ വന്നിട്ട് പറഞ്ഞു, ഇന്നാ നുഅ്തീകി അംവാലൻ കസീറ, നിനക്ക് ധാരാളം പണം ഞങ്ങൾ തരാം, എന്താണോ നിനക്ക് വേണ്ടത് ഞങ്ങളത് തരാം. പക്ഷെ നീ ചെയ്യേണ്ടത് ഇൻ ഖതൽത സൗജകി, നിന്റെ ഭർത്താവിനെ നീ കൊന്നുകളയണം.
എങ്ങനെ കൊന്നാലും വേണ്ടിയില്ല. ഖാലത്ത്, അപ്പോൾ ആ പെണ്ണ് പറഞ്ഞു, ലാ ഖിദ്റു വലാ ഖത്ലിഹി, നിങ്ങൾ എന്നെ നിർബന്ധിക്കരുത്, എനിക്ക് കൊല്ലാൻ കഴിയൂല, എങ്ങനെ ഞാൻ കൊല്ല? ഖാലു ഇന്നാ നുഅ്തീക ഹബ്ലൻ ശദീദാ, ഞങ്ങൾ നിനക്ക് നല്ല കയറ് തരാം. ഫശുദ്ദി യദൈഹി വരിജ്ലൈഹി, ഉറങ്ങുമ്പോൾ കയ്യും കാലും കൂട്ടി കെട്ടിയിടണം. അങ്ങനെ വനഹ്നു നഖ്തുലുഹു, കൊല്ലുക എന്നുള്ള പണി ഞങ്ങൾ ചെയ്തോളാം, നീ ഉറങ്ങുമ്പോ കയ്യും കാലും കൂട്ടി കെട്ടിട്ടാ മതി. അങ്ങനെ കയ്യും കാലും കൂട്ടിക്കെട്ടി. അപ്പോൾ അദ്ദേഹം ഉണർന്നു. അദ്ദേഹം ചോദിച്ചു, എന്താണിത്? എന്തിനാ നീ എന്റെ കയ്യും കാലും കൂട്ടിക്കെട്ടിയിരിക്കുന്നത്? ഫഖാലത്ത്, അവൾ പറഞ്ഞു, അന ശദത്തു ലി അജ്രിബന്നക, നിങ്ങളെ ഒന്ന് പരിശോധിക്കാൻ വേണ്ടി കെട്ടിയതാണ്. എത്രത്തോളം ശക്തിയും പ്രാപ്തിയും നിങ്ങൾക്കുണ്ട്, ശക്തി നിങ്ങൾക്കുണ്ട് എന്ന് പരിശോധിക്കാൻ വേണ്ടി കെട്ടിയതാണ്. ഫജദബ യദഹു, അദ്ദേഹം കയ്യൊന്നങ്ങ് നിവർത്തി. ഫഖതഅൽ ഹബ്ല, കയറ് പൊട്ടിപ്പോയി, കയറ് മുറിഞ്ഞുപോയി. പിന്നീട് ചങ്ങല കൊണ്ട് കെട്ടി, ചങ്ങലയും ആ നിലയിൽ മുറിഞ്ഞുപോയി. അവസാനം ഭാര്യ ചോദിച്ചു, നിങ്ങൾക്ക് പൊട്ടിക്കാൻ കഴിയാത്തതായി എന്തെങ്കിലും ഉണ്ടോ? ഈ ഭൂമിയിൽ നിങ്ങൾക്ക് പൊട്ടിക്കാൻ കഴിയാത്തതായി വല്ലതുമുണ്ടോ? അപ്പോൾ ആ മഹാൻ പറഞ്ഞു, എൻ്റെ ഈ നീണ്ടു നിൽക്കുന്ന മുടി, ഈ മുടി എനിക്ക് പൊട്ടിക്കാൻ കഴിയില്ല, അല്ലാത്തതൊക്കെ പൊട്ടിക്കാനുള്ള കരുത്തും കഴിവും ശക്തിയും അള്ളാഹു എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആ പെണ്ണെന്ത് ചെയ്തെന്നറിയോ? പിന്നീട് ഉറങ്ങുമ്പോൾ ആ കത്തിയെടുത്ത് മുടി മുറിച്ചു, മുടി കൊണ്ട് ആ മഹാനുഭാവനെ കെട്ടി. قالت يا امرأتي أنا ولي من أولياء الله لا يغلب علي شيء من أمر الدنيا إلا بشعري هذا. എൻ്റെ ഈ മുടി കൊണ്ടല്ലാതെ എന്നെ പരാജയപ്പെടുത്താൻ ഒരാൾക്കും കഴിയില്ല. മുടി കൊണ്ട് കെട്ടിയാൽ ആ മുടി പൊട്ടിക്കാൻ എനിക്ക് കഴിയില്ല, നീളമുള്ള മുടിയാണ്. സുബ്ഹാനല്ലാഹ്, ആ പെണ്ണദ്ദേഹത്തെ ചതിക്കുകയായിരുന്നു, ശക്തമായി കൂട്ടിക്കെട്ടി. അങ്ങനെ ശത്രുക്കൾ വന്നു ആ മഹാനുഭാവനെ കൊലപ്പെടുത്തുകയാണ്. ഈ ചരിത്രം സഹാബികൾക്ക് പറഞ്ഞു കൊടുത്തു ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 1000 കൊല്ലം ഇലാഹായ, 1000 മാസത്തോളം ഇലാഹായ റബ്ബിനെ ഇബാദത്ത് ചെയ്ത് കഴിഞ്ഞുകൂടിയ ശമ്മൂനുൽ ഖാദി റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ വന്നിട്ട് ഈ മുടി കൊണ്ട് കെട്ടിയിടപ്പെട്ട നിലയിൽ വെട്ടി കൊലപ്പെടുത്തിയ കാര്യം പറഞ്ഞപ്പോൾ ഫബകാ സഹാബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങളുടെ സഹാബിമാര് കരയുകയാണ്. കരയാനുള്ള ഒരു കാരണം അദ്ദേഹത്തിന് ഏറ്റ വിഷമം അനുഭവിച്ചുകൊണ്ട്. രണ്ടാമത്തത് ഇഷ്തിയാഖല്ലിദാലിക, എന്നാൽ എത്ര വലിയ പദവിയിലാണ് അദ്ദേഹം എത്തിയിട്ടുള്ളത്, ആ ഉന്നതമായ പദവി ഒന്ന് കിട്ടിയിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ച് കരഞ്ഞതാണ്. പ്രിയപ്പെട്ട സഹോദരാ സഹോദരി, ചിന്തിക്കണം. അപ്പോഴാണ് അല്ലാഹു ഇറക്കി കൊടുത്തു, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസമല്ലേ, 80 കൊല്ലമല്ലേ ഈ മനുഷ്യൻ ശക്തമായി യുദ്ധം ചെയ്തത്? 83 കൊല്ലമാണല്ലോ ശംഊനുൽ ഖാദി റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്തത്. എന്നാൽ ആ 83 കൊല്ലത്തേക്കാൾ ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസത്തേക്കാൾ ഖൈറുള്ള ഒരു രാവ് പുണ്യ റമളാനിൽ നിങ്ങൾക്ക് നാം നൽകിയിരിക്കുന്നു എന്ന് അള്ളാഹു പറഞ്ഞുകൊണ്ട് ഈ സമുദായത്തിന് വലിയ സമ്മാനം കൊടുക്കുകയാണ്. ഈ സമുദായത്തെ അള്ളാഹു ആദരിക്കാൻ, ഈ സമുദായത്തിന് അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണിത്. സഹോദരാ സഹോദരി, നമുക്കല്ലാതെ കഴിഞ്ഞുപോയ സമുദായത്തിന് ഇങ്ങനെ ഒരു ലൈലത്തുൽ ഖദ്ർ, ഒരു പുണ്യപ്പെട്ട രാവ് ഇലാഹായ റബ്ബ് നൽകിയിട്ടില്ല. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ, ഇന്ന തീർച്ചയായും നാം അൻസൽനാഹു അതിനെ നാം ഇറക്കിയിരിക്കുന്നു. ഏതിനെ? അതിനെ എന്ന് പറഞ്ഞാൽ ഖുർആനെ ഇറക്കിയിരിക്കുന്നു. ഇങ്ങനെ പറയാൻ തന്നെ ചില കാരണങ്ങളുണ്ട്.
അല്ലാഹു തആല അൽ ഖുർആന ബിസലാസത്തി ഔജുഹിൻ, 3 നിലയ്ക്ക് ഇവിടെ ഖുർആന അല്ലാഹു ബഹുമാനിച്ചിരിക്കുകയാണ്. ഒന്ന് ബി അൻ അസ്നദ ഇൻസാലഹു ഇലൈഹി, നാം ഇറക്കി എന്നാ പറഞ്ഞത്. അല്ലാഹു പറയാണ് ഇന്ന അൻസൽനാ, നാം ഇറക്കിയിരിക്കുന്നു. ഫജഅലഹു മുഖ്തസൻ ബിഹി ദൂന ഗൈരിഹി, മറ്റൊരാൾക്കും ഒരു പങ്കുമില്ലാത്ത നിലക്ക് അല്ലാഹുവിലേക്ക് ചേർത്ത് ഇന്ന അൻസൽനാഹു, നാം ഇറക്കിയിരിക്കുന്നു. ആ ഇൻസാലിനെ, ആ ഇറക്കലിനെ അല്ലാഹുവിലേക്ക് ചേർക്കലോടുകൂടെ ഖുർആന്റെ മഹത്വത്തെ അറിയിക്കുകയാണ്. രണ്ടാമത്തേത് ജാഅ ബിൽ ലമീരി ദൂനൽ ഇസ്മിൽ ലാഹിരി, ഇന്നാ അൻസൽനാഹു, അതിനെ നാം ഇറക്കി എന്ന് പറഞ്ഞു. പ്രത്യേകമായി ഖുർആൻ എന്ന് പറയാതെ തന്നെ അതിനെ എന്ന് അഭിസംബോധനം ചെയ്യലിലൂടെ ആ ഖുർആന്റെ മഹത്വത്തെ അറിയിക്കുകയാണ്. മൂന്നാമത്തെ കാര്യം റഫഅ മിഖ്ദാറൽ വഖ്തില്ലദീ അൻസല ഫീഹി, ഏതെങ്കിലും ഒരു സമയത്ത് ഇറക്കല്ല ചെയ്തത്, ലൈലത്തുൽ ഖദ്റിൽ ഇറക്കി. രാവുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ രാവ്, രാവും പകലും കൂടിയാൽ ഈ പകലുകളെയൊക്കെ ഓവർടേക്ക് ചെയ്ത് എല്ലാ നിലയിലും ഫള് കൊണ്ട് മുന്നേറുന്ന രാവ് ലൈലത്തുൽ ഖദ്റിലാണ് ഇതിനെ നാം ഇറക്കിയത്. അത് ഖുർആന്റെ മഹത്വത്തെ കൂടി അറിയിക്കാൻ വേണ്ടിയാണെന്ന് മഹാന്മാരായ മുഫസ്സിരിങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളൊക്കെ ചിന്തിക്കേണ്ട, ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം, ലൈലത്തുൽ ഖദ്ർ എന്നാണെന്ന് മുത്തുനബി അറിയിച്ചു കൊടുത്തിരുന്നു. ലൈലത്തുൽ ഖദ്ർ ഏത് രാവിലാന്ന് അറിയോ? അറിയൂല. എന്നാ അറിഞ്ഞിരുന്നു, അറിയിച്ചു കൊടുത്തിരുന്നു. ഇതിൽ വലിയ പാഠം നമുക്കുണ്ട്. ലൈലത്തുൽ ഖദ്ർ ഏത് രാവിലാണെന്ന് ഹബീബായ നബിക്ക് അള്ളാഹു അറിയിച്ചു കൊടുത്തിരുന്നു. എന്നാൽ സഹാബികൾക്കിടയിലെ ചില ചീത്തവിളികളും ചില തർക്കവും കാരണമായി ആ വിജ്ഞാനത്തെ അള്ളാഹു ഉയർത്തി എന്ന് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്കണം കേട്ടോ. തർക്കം കാരണമായി വഹിയിന്റെ ഇൽമ് പോലും ഉയർന്നു പോയിട്ടുണ്ടെങ്കിൽ, തർക്കം സമൂഹത്തിലുണ്ടായാൽ, തർക്കം കുടുംബത്തിലുണ്ടായാൽ, തർക്കം പരസ്പരമുണ്ടായാൽ എല്ലാ ഖൈറും ഉയർന്നു പോകും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഈ ഹദീസ് ഒന്ന് ശ്രദ്ധിക്കണേ. മഹാനായ ഉബാദ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിയുഖ്ബിറനാ ബിലൈലത്തിൽ ഖദ്ർ, എന്നാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് പറയാൻ പ്രതീക്ഷയോടെ റസൂലുള്ള താല്പര്യത്തോടെ ഞങ്ങളിലേക്ക് വന്നു. എങ്ങനെ? ഖറജ ഇലൈനാ റസൂലുള്ളാഹ്, ഞങ്ങളിലേക്ക് മുത്ത് റസൂല് വന്നു. എന്തിനു വന്നു? ലിയുഖ്ബിറനാ, മുത്തുനബി ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി വന്നു. ബി ലൈലത്തിൽ ഖദ്ർ, എന്നാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞു തരാനായി മുത്തുനബി ഞങ്ങളിലേക്ക് വന്നു. അപ്പൊ ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടായി. എന്താ വിഷയം? രണ്ടാളുകൾ തമ്മിൽ മുസ്ലിമീങ്ങളിൽപ്പെട്ട രണ്ടാളുകൾ വല്ലാത്ത തർക്കത്തിലാണ്. അവർ പരസ്പരം ശണ്ട കൂടുകയാണ്. അവരങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി. അതായത് ആദ്യ കാലഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് വന്ന ഉടനെ അങ്ങനെ വലിയൊരു മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആ ഘട്ടത്തിലൊക്കെ സഹാബികൾ പലപ്പോഴും ആ പഴയ സ്വഭാവം ഇടക്കിടക്ക് കാണിക്കും. ഓർക്ക് വരുന്നുണ്ടാവും. ഞങ്ങളിലേക്ക് എന്നാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് പറയാൻ വേണ്ടി ആര് വന്നു? ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നു. അപ്പൊ രണ്ടാള് പൂരം തർക്കത്തിലാണ്, ഭയങ്കര കച്ചറയാണ്, ഭയങ്കര തർക്കത്തിലാണ്. ഉടനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മനുഷ്യരെ, ഖറജ്തു ലിഉഖ്ബിറകും ബിലൈലത്തിൽ ഖദ്ർ, എന്നാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് അല്ലാഹു എനിക്കറിയിച്ചു തന്നിരുന്നു. അത് നിങ്ങളോട് പറയാനാണ് ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പോഴാണ് ഫതലാഹ റജുലാനി മിനൽ മുസ്ലിമീൻ ഫുലാനും വഫുലാൻ,
നിങ്ങളെ കൂട്ടത്തിൽ രണ്ടാളുകൾ ശക്തമായ തർക്കത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അസഭ്യങ്ങൾ പറയുന്നു. ഫറുഫിഅതു, എന്റെ ശ്രദ്ധ അതിലേക്കായി. അപ്പോൾ ആ ഇൽമ് എന്നിൽ നിന്ന് ഉയർത്തപ്പെട്ടു, ആ വിജ്ഞാനം എന്നിൽ നിന്ന് ഉയർത്തപ്പെട്ടു പോയെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരൊറ്റയായ രാവിലാണെന്നൊരു ഓർമ്മ എനിക്കുണ്ട്. അത് 21-ന്റെ രാവോ 23-ന്റെ രാവോ 5-ന്റെ രാവോ 7-ന്റെ രാവോ 9-ന്റെ രാവോ ഏതാന്ന് കൃത്യമായിട്ട് ഓർമ്മല്ല. ഫഅസാ അൻ യകൂന ഖൈറൻ ലക്കും, ഒരുപക്ഷെ ആ മറപ്പിച്ചത് നിങ്ങൾക്ക് ഖൈറായിരിക്കാമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടൊരു കാര്യം പറഞ്ഞു, ഫൽതമിസൂഹ, നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, അതിനെ അന്വേഷിച്ചോളൂ. ഫിത്താസിയ, ഒന്നിരിക്കെ 29-ന്റെ രാവ്, അവി സാബിയ അല്ലെങ്കിൽ 27-ന്റെ രാവ്, അവിൽ ഖാമിസ അല്ലെങ്കിൽ 25-ന്റെ രാവ്, അവി സാലിസ അല്ലെങ്കിൽ 23-ന്റെ രാവ്. ഇന്ന് വരാൻ പോകുന്ന രാവ് 23-ന്റെ രാവാണ്. പ്രതീക്ഷയോടെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകട്ടെ. ഇവിടെ മുത്തുനബി പറഞ്ഞൊരു കാര്യമുണ്ട്, അസാ അൻ യകൂന ഖൈറൻ ലക്കും, ഒരുപക്ഷെ നിങ്ങൾക്കത് ഖൈറായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില കാര്യങ്ങളൊക്കെ അല്ലാഹു മറച്ചു വെച്ചിട്ടുണ്ട്. ആ മറച്ചു വെച്ചതിൽ മനുഷ്യർക്ക് വലിയ ഖൈറുണ്ട്, ഉമ്മത്തിന് വലിയ നേട്ടമുണ്ട്. ഏതുപോലെ ദിവസങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായൊരു ദിവസമാണ് വെള്ളിയാഴ്ച. ഈ വെള്ളിയാഴ്ചയിൽ ദുആക്ക് ഇജാബത്തുള്ളൊരു സമയമുണ്ട്. പക്ഷെ ഏതാണ് ആ സമയം എന്ന് അല്ലാഹു തആല എന്ത് ചെയ്തു? മറച്ചു. അത് പറഞ്ഞെന്നോ? അത് പറഞ്ഞെന്നിട്ടില്ല. എന്തുകൊണ്ട്? പറഞ്ഞെന്നാ പിന്നെ ആ സമയം മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ദുആ ചെയ്യുള്ളൂ. അപ്പൊ എല്ലാ സമയവും ഈ സമയം ഒരു പക്ഷേ ആ ഇജാബത്തിന്റെ സമയമാകാമെന്ന ചിന്തയിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണ് അള്ളാഹു അതെന്ത് ചെയ്തത്? മറച്ചു വെച്ചത്. വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ ചില്ലറല്ലല്ലോ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞതല്ലേ, ഇന്ന ഫിൽ ജുമുഅത്തി സാഅ, വെള്ളിയാഴ്ചയിൽ ഒരു സമയമുണ്ട്. ലാ യസ്അലുല്ലാഹൽ അബ്ദു ഫീഹാ ശൈആ, ആ സമയത്തെ അടിമ എന്ത് റബ്ബിനോട് ചോദിച്ചാലും ഇല്ലാ അതാഹുല്ലാഹു ഇയ്യാ, അല്ലാഹു ആ കാര്യം അടിമക്ക് കൊടുത്തുകൊണ്ടിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അർച്ചോനെ അല്ലാഹു നമ്മളെ ദുആക്ക് ആ സമയത്താക്കി തരട്ടെ. അങ്ങനെയൊക്കെ ഇജാബത്ത് കിട്ടി രക്ഷപ്പെടാൻ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ടൊരു ദിവസമാണ്. ഓരോ മണിക്കൂറിലും 6 ലക്ഷം ആളുകളെ അള്ളാഹു നരകത്തിൽ നിന്ന് എഴുത്തക്ക് ചൊല്ലി സ്വർഗത്തിലേക്ക് ഓരോ വെള്ളിയാഴ്ചയിലും പ്രവേശിപ്പിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ പറഞ്ഞത്? യൗമൽ ജുമുഅത്തി വലൈലത്തൽ ജുമുഅ അൻ അനസ് റളിയല്ലാഹു അൻഹു ഖാൽ, അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാണ്, ഇന്ന യൗമൽ ജുമുഅ, വെള്ളിയാഴ്ചയിലെ പകൽ, വലൈലത്തൽ ജുമുഅ, വെള്ളിയുടെ രാവ്. രാവ് എന്ന് പറഞ്ഞാൽ നാളെ വെള്ളിയാഴ്ച ആണെങ്കിൽ ഇന്നത്തെ വെള്ളിയാഴ്ച രാവ് നമ്മൾ പറയില്ലേ, ഇന്ന് മഗ്രിബോട് കൂടെ രാവ് തുടങ്ങും. ആ രാവും 24 സാഅ, അത് 24 മണിക്കൂറാണ്. ലൈസ ഫീഹാ സാഅത്തുൻ, അതിൽ ഒരു മണിക്കൂർ പോലുമില്ല. ഇല്ലാ വലില്ലാഹി ഫീഹാ 6,600 അതീഖിൻ മിനന്നാർ. ഓരോ മണിക്കൂറിലും 6 ലക്ഷം ആളുകളെ നരകത്തിൽ നിന്ന് അല്ലാഹു ഇത്തക്ക് ചൊല്ലിയിട്ടല്ലാതെ ഇല്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ പറഞ്ഞത്? വെള്ളി രാവും പകലും കൂടി 24 മണിക്കൂറാണ്. ഓരോ മണിക്കൂറിലും എത്ര ലക്ഷം? 6 ലക്ഷം ആളുകളെ അള്ളാഹു നരകത്തിൽ നിന്ന് എത്തുക്ക് ചൊല്ലി സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും. അപ്പോൾ 24 × 6 എത്രയായി? 24 × 6 ലക്ഷം എത്രയായി? ഇനിയിപ്പോ കാൽക്കുലേറ്റർ എടുക്കണോ റബ്ബേ? 1,44,00,000 1,00,00,000. 1,44,00,000
1,44,00,000 ആളുകളെ ഓരോ വെള്ളിയാഴ്ചയിലും അള്ളാഹു നരകത്തിൽ നിന്ന് എത്തുക ചൊല്ലി സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. അപ്പൊ വെള്ളിയാഴ്ചയിലെ ദിവസത്തെ അള്ളാഹു ഒരു പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുള്ളൊരു സമയമുണ്ട്. ആ സമയത്ത് അള്ളാഹു മറച്ചു വെച്ചു. അതുപോലെ ലൈലത്തുൽ ഖദ്റും എന്നാണെന്ന് അള്ളാഹു മറച്ചു വെച്ചത് എല്ലാ രാത്രികളെയും ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണ്. എല്ലാ രാത്രികളെയും ഉപയോഗപ്പെടുത്താൻ. അതേ പ്രകാരം അള്ളാന്റെ പേരുകളിൽ ഒരു പേരുണ്ട് ഇസ്മുല്ലാഹിൽ അഅ്ലം. അല്ലേ? 99 പേരുകളിൽ ഒരു പേര് ഇസ്മുല്ലാഹിൽ അഅ്ലം എന്നൊരു പേരുണ്ട്. ആ പേര് ഏതാണ് അള്ളാഹു അറിയിച്ചിട്ടുണ്ടോ? അറിയിച്ചിട്ടില്ല. എന്താ പേരിന്റെ പ്രത്യേകത? ഇദാ സഅല ബിഹി അഅ്താ. ആ പേര് വിളിച്ച് അള്ളാഹിനോട് ദുആ ചെയ്താൽ തീർച്ചയായും അള്ളാഹു ഇജാബത്ത് കൊടുക്കും. ആ പേര് വിളിച്ച് റബ്ബിനോട് ചോദിച്ചാൽ അള്ളാഹു ഇജാബത്ത് കൊടുക്കും. പക്ഷേ ഏതാണ് ആ പേര് എന്ന് അള്ളാഹു അറിയിച്ചിട്ടില്ല. അതല്ലാഹു മറച്ചു വച്ചിരിക്കുകയാണ്. അതെന്തിനാ? ആ പേര് അറിയിച്ചാ പിന്നെ എല്ലാവരും ആ പേര് മാത്രം വിളിച്ച് ചോദിക്കും. എല്ലാ പേരും ഓരോ പേരിനും ഓരോ ഫളായിലുണ്ട്. എല്ലാ ഫളലുകളും കിട്ടാൻ വേണ്ടിയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത് മറച്ചു വെച്ചതെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലാഹു മറച്ചു വെച്ചത് എൻ്റെ മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് ഓരോ രാവിനെയും പ്രതീക്ഷയോടെ നമുക്ക് കാണാം. പിന്നെ ചില തെളിവുകളൊക്കെ ഉദ്ധരിച്ച് ഇന്ന രാവാനാണ് സാധ്യത എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു അഭിപ്രായം പറയുന്നുണ്ട്. എന്റെ വീക്ഷണത്തിൽ ലൈലത്തുൽ ഖദ്ർ 27ന്റെ രാവാണ്. അതിനെന്താ കാരണം പറഞ്ഞെന്നറിയോ? കേൾക്കണില്ലേ? അതിന് പറഞ്ഞ കാരണം ലൈലത്തുൽ ഖദ്ർ എന്ന പദം 3 തവണയാണ് ഈ സൂറത്തിൽ പറഞ്ഞിട്ടുള്ളത്. അല്ലേ? ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. കഴിഞ്ഞില്ലേ? തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇസ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. പിന്നെണ്ടോ? പിന്നില്ല. 3 തവണയാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞത്. ലൈലത്തുൽ ഖദ്ർ എന്ന പദത്തിൽ എത്ര അക്ഷരമുണ്ട്? ലൈലത്തുൽ ഖദ്ർ എന്ന പദത്തിൽ എത്ര അക്ഷരങ്ങൾ? 9 അക്ഷരങ്ങളുണ്ട്. അപ്പോൾ 2 തവണ പറഞ്ഞപ്പോൾ 18 അക്ഷരങ്ങളായി. 3 തവണ പറഞ്ഞപ്പോൾ 27 അക്ഷരങ്ങളായി. ഖുർആൻ ഇങ്ങനെയൊക്കെ തന്നെ പറയൂ. അതുകൊണ്ട് 3 തവണ ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞല്ലോ. 3 × 9 = 27. അതുകൊണ്ട് എന്റെ വീക്ഷണപ്രകാരം ലൈലത്തുൽ ഖദ്ർ 27 അഭിപ്രായപ്പെട്ട മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെയുണ്ട്. ഏതായാലും ഒരു രാവിനെ മാത്രം പ്രത്യേകമാക്കണ്ട. നമുക്കെല്ലാ രാവുകളെയും പരമാവധി അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താം. അതിന് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ.